വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. തന്നിൽ ഞാൻ സർവവും ലയിച്ചു, തന്നിൽ ഞാൻ സർവവും ലയിച്ചു. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. തടയുവാൻ ഇല്ലൊരു കൈയും, തടയുവാൻ ഇല്ലൊരു കൈയും. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. വിളങ്ങും തേജസ്സിൽ നന്നായി, വിളങ്ങും തേജസ്സിൽ നന്നായി. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ഒരിക്കൽ കൂടി ദൈവജനത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ തിരുവചനത്തിന് കീഴിലായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തു ഒരു പ്രാവശ്യം കൂടി അവസരം നൽകി. ഈ വിശുദ്ധ ബൈബിൾ ഓരോ ക്രിസ്തു ഭക്തനും നൽകുന്ന ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. യഥാർത്ഥമായും കർത്താവായ യേശുക്രിസ്തുവിനെ
രക്ഷിതാവും നായകനുമായി സ്വീകരിച്ച ഓരോ വിശ്വാസിക്കും ധാരാളം വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ബൈബിളിലൂടെ നമുക്ക് നൽകുന്നു. ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ ആത്മീയ വർദ്ധവിനും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറയ്ക്കുവാനും അത് ഇടയാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് ഞങ്ങളോട് വ്യക്തിപരമായി ഇടപെടണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആർക്കാണ് ഈ വാഗ്ദത്തങ്ങൾ ഈ ബൈബിളിലൂടെ പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്തിരിക്കുന്നത്? യഥാർത്ഥമായും ആത്മാവിൻ്റെ രക്ഷ ഇന്ന് ഞാൻ എന്ന വ്യക്തി, ഇത് കേൾക്കുന്ന ഓരോരുത്തരും മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക്, പാപം യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട വ്യക്തികൾക്ക്, യഥാർത്ഥമായും യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക്, അവർക്കാണ് പരിശുദ്ധാത്മാവ് ഈ ബൈബിളിലൂടെ അനേക വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ്, കർത്താവെ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഏത് നിലയിലാണ് ഇരിക്കുന്നതെങ്കിലും, ഏത് ഭവനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും, ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഓരോന്നായി ദൈവത്തിൻ്റെ കൃപയാൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കാം. ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അതിൻ്റെ ഒരു ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പരിശുദ്ധ ദൈവം നമ്മളോട്, നമുക്ക് ഓരോരുത്തർക്കും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ക്രിസ്തു ഭക്തനും നൽകുന്ന ഒരു വാഗ്ദത്തമാണിത്. സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് ഇത് കേൾക്കുമ്പോൾ അനേക രോഗത്തിലൂടെ വലഞ്ഞു പോകുന്ന, വേദനയിൽപ്പെട്ട് കുടുങ്ങിപ്പിരിക്കുന്ന, എങ്ങനെയാണ് എൻ്റെ രോഗങ്ങൾ മാറുക, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിലെ അസുഖങ്ങൾ ഒന്ന് മാറുക, ഈ വേദനയ്ക്കുണ്ടോ ഒരു ശമനം ലഭിക്കാൻ പോകുന്നത് ചിന്തിച്ച് അനേക ചികിത്സകൾ ചെയ്ത് അനേക ഭാരത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചെയ്യാം. കർത്താവെ, ഇങ്ങനൊരു വാഗ്ദത്തം ഉണ്ട് എങ്കിൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു യഹോവ എന്നൊരു വാഗ്ദത്തം ഉണ്ട് എങ്കിൽ, യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു സൗഖ്യം നൽകാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പാപം പോലും ഇല്ല എന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്കാണ് ആ വാഗ്ദത്തം ലഭിക്കുന്നത്. ഞാൻ ഇന്നേ വരെ ചെയ്ത സകല പാവങ്ങളും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് ലഭിക്കുന്ന, അങ്ങനെ വിശ്വാസമുള്ള ഓരോ വിശ്വാസി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വാഗ്ദത്തം നമ്മളിലേക്ക് നിറവേറുന്നത്. യേശുവിൻ്റെ മുറിവേറ്റകരം നമ്മൾ തൊടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ മുറിവേറ്റകരം എൻ്റെ വേദനയുള്ള ഭാഗത്തൊന്ന് വെക്കണമേ. കർത്താവെ, അങ്ങയുടെ മുറിവേറ്റകരം എൻ്റെ രോഗമുള്ള ഭാഗത്തൊന്ന് വെക്കണമേ. കർത്താവെ, അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. നമുക്ക് നമ്മുടെ നിസ്സാരതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു യേശു ഉണ്ട്. നമുക്ക് നമ്മുടെ വേദനയിൽ അത് താങ്ങുവാൻ ഒരു കൃപ നൽകുന്ന ഒരു യേശു ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നന്മയ്ക്കായി തീർക്കുന്ന ഒരു യേശു ഉണ്ട്. ഒന്ന്, ശരീരത്തിൻ്റെ സൗഖ്യം നൽകുന്ന ഒരു യേശു ക്രിസ്തു. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം. ഇന്ന് നമ്മുടെ ആത്മാവ് ജീവനുള്ളതാണോ? പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാം എങ്കിൽ നമ്മുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ഞാനൊരു പാപിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ഞാൻ പല പാവങ്ങളിൽ രസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ജീവൻ നൽകുന്ന ഒരു ദിവസമാണ്. ഇന്ന് ആർക്കും ജീവൻ നൽകുന്ന ഒരു ദിവസമാണ്. കാരണം കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃപായുഗത്തിൻ്റെ ഒരു ദിവസത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നാം എല്ലാവരും കൃപായുഗത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ആർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ. ശരീരത്തിൽ സൗഖ്യമുള്ളതുപോലെ എൻ്റെ ആത്മാവിനും ജീവൻ നൽകണമേ. കർത്താവെ, ശരീരം മരിച്ചാൽ കർത്താവ് എൻ്റെ ആത്മാവ് അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നൊരു ഉറപ്പ് നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ജീവൻ നൽകും. ഒന്ന്, രോഗസൗഖ്യം നൽകുന്ന യേശു. രണ്ട്, നമുക്ക് നൽകുന്ന വാഗ്ദത്തം സങ്കീർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്ക് ഉപദേശം നൽകുന്ന, നമ്മെ വഴി കാണിക്കുന്ന, നമുക്ക് ആലോചന പറഞ്ഞു നൽകുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് ഓരോ ക്രിസ്തു ഭക്തനും നൽകുന്ന വാഗ്ദത്തമാണ്. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വഴിയുടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് വലഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് മുന്നോട്ട് നീക്കുക, എന്താണ് ഞാനിത് ചെയ്യേണ്ടത്, ഈ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്താകുലത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ
നമുക്ക് വ്യക്തമായി ഉപദേശം നൽകുന്ന, വ്യക്തമായി വഴി കാണിച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആത്മീയ രംഗം അത് സത്യത്തിൻ്റെ രംഗമാണോ? എന്നെ യഥാർത്ഥമായി ഞാൻ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രംഗത്താണോ? ഞാൻ പോകുന്ന വഴി ശരിയാണോ? ഞാൻ ഇങ്ങനെ പോയാൽ സ്വർഗത്തിൽ എത്തുമോ എന്നെല്ലാം ചിന്തിച്ച് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കുഴഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയറായിട്ട് മെസ്സേജ് നൽകുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളോട് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെല്ലാമാണ് വഴിയറിയാതെ അലയുന്നവർ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന ആരെല്ലാമാണ്, അവർക്കെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇങ്ങനൊരു വാഗ്ദത്തം ഉണ്ട് എങ്കിൽ, ഒരു ഉപദേശം നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ, ഒരു വഴി പറഞ്ഞു നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ, ഒരു ആലോചന പറഞ്ഞു തരുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ, കർത്താവെ എനിക്കൊരു വഴി പറഞ്ഞു തരണമേ. കർത്താവെ എൻ്റെ മകൾക്കൊരു വഴി പറഞ്ഞു കൊടുക്കണമേ. കർത്താവെ ആത്മീയമായും ഭൗതികമായും ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു നൽകണമേ. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ മകൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? അല്ല, എൻ്റെ മകൾ ഏത് പഠിക്കണം? ഞാൻ എങ്ങനെ ആത്മീയമായി മുന്നോട്ട് പോകും? ഞാൻ ആത്മീയത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ പാവങ്ങളിലൊക്കെ ഒന്ന് ജയം ലഭിക്കാൻ കഴിയുന്നത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് കൂട്ടായ്മയിലാണ് ഞാൻ ചേർന്നിരിക്കേണ്ടത്? ഏത് വിശ്വാസത്തെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്? എന്തെല്ലാം ചിന്തിച്ച് അനേക കൺഫ്യൂഷനോടെ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമുക്ക് വ്യക്തമായും ശക്തമായും പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരും. ഇന്ന് ആ ആലോചന തരുന്നൊരു ദിവസമാണ്. ആരെല്ലാമാണ് ഹൃദയ തകർച്ചയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ, നല്ലൊരു വഴി പറഞ്ഞു തരണമേ. ഞാനും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. 2020 കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവെ, ഇനി എന്ത്? എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്? ഏത് വഴിയാണ് ഞാൻ പിന്തുടരേണ്ടത്? എവിടെയാണ് ഞാൻ പോകേണ്ടത്? ഏത് വചനമാണ് ഞാൻ കേൾക്കേണ്ടത്? ഞാൻ കർത്താവ് യേശുവിനോട് നിസ്സാരതയിൽ ചോദിച്ചു. കർത്താവ് എനിക്ക് ഉത്തരം നൽകി, വചനത്തിലൂടെ ഉത്തരം നൽകി. മകനെ, നീ ഭയപ്പെടേണ്ട എന്ന്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന്. നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ സത്യമായ വഴിയിലൂടെ നടത്താമെന്ന്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര വ്യക്തമായി നടത്തുന്ന ഒരു ആത്മാവ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിന് ആലോചന ചോദിക്കുമ്പോൾ എത്ര വ്യക്തമായി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. ഇന്ന് നാം ആർക്കും ദൈവത്തോട് വഴി ചോദിക്കാം, ദൈവത്തോട് ആലോചന ചോദിക്കാം, നമുക്ക് ദൈവത്തോട് ഉപദേശം ചോദിക്കാം. ഈ ലോകത്ത് നമുക്ക് ഉപദേശം തരുവാനോ ആലോചന തരുവാനോ നല്ലൊരു ഗൈഡൻസ് നൽകുവാനോ ആരുമില്ല എങ്കിലും, നമുക്ക് നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ മുറിയിൽ കയറി വാതിലടച്ച് നമ്മുടെ കാൽമുട്ടിൽ നിന്ന് നമുക്ക് ദൈവത്തോട് കൈ ഉയർത്തി ചോദിക്കാം. കർത്താവെ, ഈ ലോകത്തെ എനിക്ക് ഉപദേശം തരുവാനോ നല്ലൊരു ആലോചന പറഞ്ഞു തരുവാനോ ആരുമില്ല. എന്നാൽ അങ്ങയുടെ വാഗ്ദത്തം ഇങ്ങനെയുണ്ട് എന്ന് ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണമേ. എൻ്റെ ഭാവി എന്താവും? കർത്താവെ, എനിക്കൊന്ന് പറഞ്ഞു തരണമേ. ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഞാൻ എങ്ങനെയാണ് ആത്മീയമായി മുന്നോട്ട് പോകേണ്ടത്? ഞാൻ എവിടെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? ഞാൻ ഏതാണ് പരിശുദ്ധാത്മാവിൻ്റെ വഴി എന്ന് അറിയത്തക്ക വിധം എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ആലോചന പറഞ്ഞു തരുന്ന ഒരു പരിശുദ്ധാത്മാവ്. 3 ഓരോ ക്രിസ്തുഭക്തനും നൽകുന്ന മറ്റൊരു വാഗ്ദത്തമുണ്ട്. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വിടുവിക്കുന്ന ഒരു യഹോവയുണ്ട്, വിടുവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, വിടുവിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നാം ഏത് കുഴിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഒരു വിടുതലുമില്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, എല്ലാം തകർന്ന വ്യക്തിയാണെങ്കിലും, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് ഏറ്റവും ആകുലതയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഞാൻ എങ്ങനെയാണ് ഈ പാവത്തിന്മേൽ വിടുതൽ ലഭിക്കുന്നു എന്ന് ചിന്തിച്ച് പലവട്ടം പാവത്തിൽ തോറ്റ വ്യക്തിയാണെങ്കിലും, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരും പറയുന്നത്, മകനെ, മകളെ, സഹോദര, സഹോദരി, നിന്നെ വിടുവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു നാം ഏത് കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ ജയത്തോടെ നയിക്കുമാറാക്കും. ഞാനും പലവട്ടം പാവത്തിൽ കുടുങ്ങിപ്പോയ വ്യക്തിയാണ്. ഞാനും പലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ഈ പാവത്തിൽ നിന്നും എങ്ങനെയാണ് എനിക്കൊരു വിടുതൽ കിട്ടുക? എങ്ങനെയാണ്, ആരാണ് എന്നെ രക്ഷിക്കുക? നല്ല കൂട്ടായ്മയുണ്ട്, സത്യവചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കൾ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ ഇതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എങ്ങനെ വ്യക്തിപരമായ ഒരു ജയജീവിതം നയിക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഈ പാവത്തിന്മേൽ ജയം ലഭിക്കുക? ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ആരാണ് എന്നെ വിടുവിക്കുന്നത്? ഞാൻ അധ്വാനിച്ചു നോക്കി, ഞാൻ ഉപവാസമെടുത്ത് നോക്കി, ഞാൻ പല കാര്യപരിപാടികൾ ചെയ്തു നോക്കി, എന്നാൽ ഒരിക്കലും എനിക്ക് വിടുതൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ എനിക്കൊന്ന് മനസ്സിലായി, എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല ഈ ആത്മീയ ജീവിതം നയിക്കുക എന്ന്. എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ജയജീവിതം നയിക്കുക എന്ന്. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല എനിക്കൊരു വിടുതൽ ലഭിക്കുവാൻ കഴിയുക എന്നുള്ളത് എൻ്റെ അധ്വാനം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല. എന്നാൽ ഞാൻ 100% കർത്താവായ യേശുവിൻ്റെ കരത്തിലേക്ക് വീണു. ഞാൻ എൻ്റെ കഴിവുകളും എൻ്റെ പ്രതാപവും എൻ്റെ പ്രാപ്തിയും എൻ്റെ ഉപവാസം എല്ലാം താഴ്വെച്ചിട്ട് ഞാൻ യേശുവിൻ്റെ കാൽക്കാലിൽ വീണു. ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ,
എനിക്കൊരു വിടുതൽ നൽകണമേ. കർത്താവെ, എൻ്റെ പാവത്തിന്മേൽ എനിക്കൊരു ജയം നൽകണമേ. എൻ്റെ കർത്താവെ, എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ഈ അശുദ്ധിയുടെ ചേറ്റിൽ നിന്നും, ഈ പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും എനിക്കൊരു വിജയം നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ, എൻ്റെ പിടുത്തമെല്ലാം വിട്ടപ്പോൾ യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു. അത്ഭുതകരമായി വിടുവിച്ചു. ഒരു ബുദ്ധിക്കും മനസ്സിലാകാത്ത രീതിയിൽ, ഒരു അധ്വാനത്തിനും മനസ്സിലാകാത്ത രീതിയിൽ യേശു ക്രിസ്തു എന്നെ വിടുവിച്ച് വളരെ അത്ഭുതകരമായി ഇന്നയോളം കൃപയാൽ എനിക്ക് ജയജീവിതം ദൈവം നൽകുന്നു. ആരെങ്കിലും പാപത്തിൽ പരാജയപ്പെട്ട വ്യക്തികളുണ്ടോ? ഇനിയുണ്ടോ എനിക്കൊരു ആത്മീയ ജീവിതം? എനിക്കുണ്ടോ ഈ പാപത്തിൽ നിന്നൊരു വിജയം? എനിക്കുണ്ടോ ഈ അശുദ്ധിയിൽ നിന്നൊരു വിജയം? എനിക്കുണ്ടോ ഈ മദ്യപാനത്തിൽ നിന്നൊരു വിജയം? എനിക്കുണ്ടോ ഈ പുകവലിൽ നിന്നൊരു വിജയം? ഞാൻ നേരിടുന്ന ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ എനിക്കുണ്ടോ ഒരു ഉയർച്ച എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇന്ന് യേശു വിടുതൽ നൽകുന്ന ഒരു ദിവസമാണ്. ആർക്കെല്ലാം ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ട്, ആർക്കെല്ലാം നിഷ്കളങ്കമായ ഒരു ആഗ്രഹമുണ്ട്, അവരെല്ലാം വിടുവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണെങ്കിൽ, എത്ര തകർന്ന ജീവിതമാണെങ്കിലും യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതം ഏറ്റെടുക്കും. ഇന്ന് വിടുതൽ നൽകുന്ന ഒരു ദിവസമാണ്. ഓരോ ഭക്തനും നൽകുന്ന ഒരു വാഗ്ദത്തമാണ് വിടുതൽ. അടുത്തൊരു വാഗ്ദത്തം ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഒരു ഭാഗം നാം എങ്ങനെയാണ് വായിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കും. ചെറിയൊരു വാക്യമാണ്, ഞാൻ നിന്നെ സഹായിക്കും. നമ്മെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് സഹായം നൽകുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. ഇന്ന് ഈ ലോകത്തിൽ പലരും നമ്മുടെ മുമ്പിൽ കൈ വലിക്കുമ്പോൾ, നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ, നമുക്കൊരു സഹായഹസ്തമില്ലാതിരിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു യേശു ഉണ്ട്. നാം വിശ്വസിച്ചാൽ പല രീതിയിൽ നമുക്ക് സഹായങ്ങൾ നൽകുന്ന ഒരു യേശു ഉണ്ട്. ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ഭൂമിയിൽ ഞാൻ ആരാലും അറിയപ്പെടാത്തൊരു വ്യക്തിയാണ്. ഈ ഭൂമിയിൽ എന്നെ അറിയുന്ന ആരും ഉണ്ടാകുകയില്ല. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് ആത്മീയ ഭൗതിക ആവശ്യങ്ങളുണ്ട്. ആരോട് പറഞ്ഞാലും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ഞാൻ ചഞ്ചലിച്ചിരിക്കുന്ന വ്യക്തിയാണ്. കർത്താവ്, ഇങ്ങനൊരു വാഗ്ദത്തം ഈ ബൈബിളിൽ ഉണ്ട് എങ്കിൽ എന്നെ സഹായിക്കുവാൻ അങ്ങയുടെ മുറിവേറ്റ കരം എൻ്റെ അടുത്തേക്കൊന്ന് വരണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നവരോട് സകലരുടെ മേലും അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു മുറിവേറ്റ കരമുണ്ട്. ആ കരമാണ് നമ്മയെല്ലാം വഴി നടത്തുന്നത്. ആ കരം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വാക്കുകൾ നമുക്ക് കേൾക്കാൻ അവസരം കിട്ടിയത്. അല്ലെങ്കിൽ നാം ഈ വാക്കുകൾ കേൾക്കേണ്ട വ്യക്തികളല്ല. ഇത് നമുക്ക് കേൾക്കുവാൻ അവസരമുണ്ട് എങ്കിൽ അത് നമ്മോടുള്ള വാഗ്ദത്തമാണ്. അത് നമ്മളിൽ പ്രാവർത്തികമാക്കാൻ യേശു ക്രിസ്തുവിന് കഴിയുമുള്ളതുകൊണ്ടാണ് നമുക്കിത് കേൾക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന ചിന്തയോടാണ് നാം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഉണ്ട്, ഒരു നായകനുണ്ട്, നമുക്കൊരു ഗുരുവുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകലരെയും സഹായിക്കുന്ന ഒരു നാഥനുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന്. സഹായം വരുന്ന ഒരു കരമുണ്ട്. അത് യേശുവിൻ്റെ കരമാണ്. അത് മുറിവേറ്റ കരമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ നമ്മുടെ ഹൃദയമാവുന്ന വാതിക്കൽ നിന്ന് ആ കരം വെച്ച് യേശു മുട്ടുവാണ്. ആരെല്ലാമാണ് ഹൃദയമാവുന്ന വാതിൽ തുറന്നു കൊടുക്കുന്നത്, അവരിലേക്ക് സഹായം ഒഴുകുകയാണ്. നമുക്ക് മനസ്സിലാകിയില്ല, മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാകിയില്ല, മറ്റാർക്കും മനസ്സിലാകാത്ത സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം നിറച്ചുകൊണ്ടുള്ളൊരു സഹായം ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുകയാണ്. അടുത്ത ഒരു വാഗ്ദത്തം ഓരോ ക്രിസ്തു ഭക്തരും നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 49 അധ്യായം അതിൻ്റെ 15 വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മെ മനുഷ്യർ മറക്കുമായിരിക്കാം, നമ്മെ നമ്മുടെ സ്നേഹിതർ മറക്കുമായിരിക്കാം, നാം വിചാരിക്കുന്ന പല വ്യക്തികളും നമ്മെ മറന്നു പോകുമായിരിക്കും. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരിക്കലും സാധ്യമില്ലാത്തൊരു കാര്യമാണ് നമ്മെ പ്രസവിച്ച നമ്മുടെ അമ്മ നമ്മെ മറക്കുകയെന്ന്. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, അങ്ങനെ നമ്മുടെ അമ്മ നമ്മെ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു നിത്യപരിശുദ്ധ ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെല്ലാം നമ്മെ ഓർക്കാനില്ലെങ്കിലും നമ്മളെ എപ്പോഴും ഓർക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ മനോഗതി, നമ്മുടെ വിഷമങ്ങൾ നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ അറിയുന്ന ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുമെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ജീവിതം കൊടുക്കാം. കർത്താവേ, എൻ്റെ മനോഗതി എൻ്റെ ഭാര്യയ്ക്ക് അറിയാൻ കഴിയുകയില്ല, എൻ്റെ ഭർത്താവിന് അറിയാൻ കഴിയുകയില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാൻ കഴിയുകയില്ല. ഒരു പരിധിവരെ അവരറിയുന്നുവെങ്കിലും ഞാൻ ആയിരിക്കുന്ന പോലെ അറിയുന്ന ഒരു നാഥനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവെ, എല്ലാം അങ്ങ് അറിയുന്നു. കർത്താവെ, എൻ്റെ നിസ്സാരതത്വം അങ്ങ് അറിയുന്നു, എൻ്റെ ആത്മീയ നിലവാരം അങ്ങ് അറിയുന്നു, എൻ്റെ ഭൗതിക നിലവാരം അങ്ങ് അറിയുന്നു, എൻ്റെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നു. അതൊന്നും ആരും അറിയുന്നില്ല.
എന്നാൽ എന്നെ ഓർക്കുന്ന കർത്താവേ, എന്നെ ചേർത്ത് നിർത്തുന്ന കർത്താവേ, എന്നെ മനസ്സിലാക്കുന്ന കർത്താവേ, ഈ ലോകത്തിൽ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുകയും എന്നെ ദിനംപ്രതി നിമിഷം ഓർക്കുന്ന കർത്താവേ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. കർത്താവെ, ഇതുവരെയും തെറ്റുകൾ പറ്റി, കുറ്റങ്ങൾ പറ്റി, കുറവുകൾ സംഭവിച്ചു എന്നതൊന്നും കണക്കിടാതെ കർത്താവെ, എന്നെ ചേർത്ത് നിർത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ കൈകൾ മുടക്കുകയാണ്. കർത്താവെ, നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, ആരെല്ലാം നമ്മൾ മറന്നാലും നമ്മളെപ്പോഴും ഓർത്ത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ താലോലിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഒരു നിത്യപരിശുദ്ധ ദൈവമുണ്ട്, ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. ആ യേശുവിൻ്റെ മുറിവേറ്റകരമാണ് നമ്മെ തലോടുന്നത്. ഇന്ന് ആർക്കെല്ലാം അത് അനുഭവമാകാൻ ആഗ്രഹമുണ്ട്, അവരൊന്ന് ചെയ്താൽ മതി. ഇന്ന് ഈ നമ്മുടെ ജീവിതം കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ മതി. എങ്കിൽ അങ്ങനെ ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കത് അനുഭവവേദ്യമാക്കുവാൻ കഴിയും. ഒരിക്കലും മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരു വാഗ്ദത്തം ഓരോ ക്രിസ്തു ഭക്തനും യേശു ക്രിസ്തു നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോയവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും. നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു വീണ്ടും വരും. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ പല ലക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഭൂകമ്പങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, ക്ഷാമങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, രാജ്യത്തോട് എതിർക്കുന്നു കേൾക്കുന്നു, യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, ജാതിയോട് കലഹിക്കുന്നു കേൾക്കുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ലോകത്തിലെ പല രാജ്യങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഇതിൻ്റെ ലക്ഷണം എന്താണ്? ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷണം എന്താണ്? അത് നമ്മുടെ പ്രാണപ്രിയനായ യേശുക്രിസ്തു വാതിക്കലുമാകുന്നു എന്നതാണ്. യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാണ്. നാം അത് വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു വീണ്ടും എന്നെ ചേർക്കുവാൻ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഭാരമുണ്ടെങ്കിലും, ഈ ലോകത്ത് ആകുലമുണ്ടെങ്കിലും, ഈ ലോകത്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും, ഈ ലോകത്ത് രോഗങ്ങളുണ്ടെങ്കിലും, ഈ ലോകത്ത് പരിഗണന കിട്ടിയില്ലെങ്കിലും നമുക്കൊന്ന് വിശ്വസിക്കാം, എന്നെ ചേർക്കുവാൻ യേശുക്രിസ്തു വാനമാകത്തിൽ വരും. മധ്യാകാശത്തിൽ യേശുക്രിസ്തു എന്നെ ചേർക്കുവാൻ വരും, എന്നെ വിളിക്കുവാൻ വരും. ഞാൻ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ക്രിസ്തു ഭക്തനാണ് ഞാനെങ്കിൽ, ആ ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ അവൻ്റെ നാഥൻ അവനെ ചേർക്കുവാൻ വരുമെന്നുള്ളതാണ്. ഈ ലോകം നൈമിഷികമാണ്. ഈ ലോകം ഒരു മണ്ണെ പ്രതി മാണിക്യം വെടിഞ്ഞ് ജീവിക്കേണ്ട ലോകമാണ്. ഈ വെള്ളത്തിൻ കുമള പോലെ ജീവിക്കേണ്ട ലോകമാണ്. എല്ലാം മാറിപ്പോകുന്നതാണ്. ഈ ആകാശവും ഭൂമിയും ഈ ലോകത്തിലെ സകല പണികളും വെന്തുരുകുന്നതാണ്. എല്ലാം മാറിപ്പോകുന്നതാണ്. മാറാത്തവൻ യേശുക്രിസ്തു മാത്രം. ആ മാറാത്തവനായ യേശുക്രിസ്തുവിനെ ഞാൻ പിടിച്ചാൽ, നമ്മൾ ഓരോരുത്തരും പിടിച്ചാൽ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിൽ നമുക്ക് പറന്നു വരാൻ കഴിയും. ഞാൻ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണോ? എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? ഇന്ന് തന്നെ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയാണോ? ലോകം കാണുവാൻ വേണ്ടിയല്ല, ലോകത്തിൽ ആരും അറിയാൻ വേണ്ടിയല്ല, ലോകത്തിൽ ഒരു പ്രതാപം കിട്ടാൻ വേണ്ടിയല്ല, ലോകത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടിയല്ല, ലോകത്തിൽ ഒരു മഹിമ കിട്ടാൻ വേണ്ടിയല്ല. എന്നാൽ എന്നെ കാണുന്ന ഒരു യേശുക്രിസ്തു, എൻ്റെ ഹൃദയത്തെ അറിയുന്ന ഒരു യേശുക്രിസ്തു, എന്നെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു യേശുക്രിസ്തു, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ അറിയുന്ന യേശുക്രിസ്തു, എല്ലാം അറിയുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാനൊരു വിശുദ്ധനായ മനുഷ്യനാണോ? യേശുക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ ഞാൻ പറന്നുയരുമോ? അതിനുള്ള ഒരുക്കം എനിക്ക് ഈ ഭൂമിയിൽ വെച്ചുണ്ടോ? മറ്റെല്ലാം സംഭവിച്ചാലും, മറ്റെന്തെല്ലാം സംഭവിച്ചാലും, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഗ്രഹവും ലഭിച്ചില്ലെങ്കിലും എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? എങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരാം. ഇത് കേൾക്കുന്ന സകലരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുവാൻ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിസ്സാരനായ ഞാനും ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും യേശുക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ ആ പട്ടികയിൽ, ആ ഗണത്തിൽ, ആ കൂട്ടത്തിൽ, ആ സഭയിൽ ഉണ്ടാകണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിസ്സാരനായ എൻ്റെ വായിലൂടെ നമ്മളെല്ലാവരും യേശുവിൻ്റെ വചനം ഈ പറയുന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാൽ യേശുവിൻ്റെ തിരുവചനത്തിന് ആ ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. കർത്താവേ, അങ്ങ് രണ്ടാമത് വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, നമ്മുടെ പ്രതാപം കൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടായിട്ടല്ല, എന്നാൽ നമുക്ക് നമ്മുടെ നിസ്സാരതയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ആദ്യം കേട്ട വാഗ്ദത്തങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നാലും നടന്നില്ലെങ്കിലും കർത്താവെ യേശു രണ്ടാമത് വരുമ്പോൾ യേശുവിൻ്റെ കൂടെ പറന്നു പോകാനുള്ള ഒരു ഒരുക്കം എനിക്ക് തരണമേ, അതിനുള്ള തീരുമാനം എനിക്ക് തരണമേ. അതിന് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകം എഴുതണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാവങ്ങൾ കഴുകുന്ന ഒരു ദിവസമാണ്. യേശുവിൻ്റെ തിരുരക്തം വാദിക്കുന്ന ദിവസമാണ്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ
ഗുണകരമായി വ്യാപരിക്കുന്ന ഒരു തിരുരക്തം അത് വ്യാപരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതരണമേ. ഞാനും എൻ്റെ നിസ്സാരതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദിനം പ്രതി പ്രാർത്ഥിക്കും. കർത്താവെ, ഞാൻ നിസ്സാരനാണ്, എൻ്റെ കുറവുകൾ അങ്ങ് കണക്കാക്കരുത്, എൻ്റെ പാവങ്ങൾ അങ്ങ് കണക്കാക്കരുത്. കർത്താവ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം എനിക്ക് തരണമേ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തെല്ലാം പാവങ്ങൾ ചെയ്ത വ്യക്തിയാണ് നമ്മളെങ്കിലും, എത്ര പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ദുരിതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഇന്ന് നമ്മുടെ മുമ്പിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന് വാതിൽ തുറന്നു തുറക്കുന്ന വ്യക്തികളെല്ലാം ആ ക്രിസ്തീയ സഭയിൽ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആ സഭയിൽ ഉണ്ടാകുന്നതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയമാവുന്ന വാതിൽ തുറന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവും നായകനുമായി നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ളവരുടെ പേരാണ് യേശുക്രിസ്തു ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരുന്നത്. അതിന് മറ്റൊരു കഴിവും വേണ്ട, മറ്റൊരു ശ്രേഷ്ഠതയും വേണ്ട, മറ്റെന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, അതിന് കുടുംബ പാരമ്പര്യം വേണ്ട, നല്ല ജോലി വേണ്ട, നല്ല കഴിവ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് താഴുവാൻ ഒരു മനസ്സുണ്ടായി. കർത്താവേ, ഞാനൊരു പാവിയായ ഒരു മനുഷ്യനാണെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞ് ആ യേശുവിൻ്റെ ക്രൂശിൻ ചൂട്ടിൽ നമുക്ക് വരാൻ കഴിയുമ്പോൾ, ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയുമ്പോൾ, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും തിരുരക്തം ധാരധാരയായി ഒഴുകുകയാണ്. എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശുക്രിസ്തു അടിയേറ്റ് ഇന്നും വറ്റാതെ രക്തം ഒഴുകുകയാണ്. ആ രക്തം ഒഴുകി ഒഴുകി എൻ്റെ അടുത്തേക്ക് വരുവാണ്. നമ്മളിരിക്കുന്ന ഏതവസ്ഥയിലേക്കാണെങ്കിലും അവിടേക്ക് ആ തിരുരക്തം ഒഴുകുകയാണ്. ആ തിരുരക്തം ഒരു തുള്ളി നമ്മുടെ മേത്ത് വീഴുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നാം വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്. യേശുവിൻ്റെ തിരുരക്തം തളിക്കുമ്പോൾ നമ്മുടെ ശാപങ്ങളും ബന്ധനങ്ങളും രോഗങ്ങളും ബാധകളും എല്ലാം മാറുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവെ, ഞങ്ങൾ കേട്ട ഈ വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്ക വിധം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ. അത് ഞങ്ങൾ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ. ഈ വാഗ്ദത്തങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ വർദ്ധവിനും ഞങ്ങളുടെ വിശ്വാസത്തിന് വർദ്ധനവിനും ഒരു ഉദ്ഘാടനം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം സംഭവിച്ചില്ലെങ്കിലും കർത്താവെ, ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നും കർത്താവെ, അങ്ങ് രണ്ടാമത് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ടവരാരും തള്ളപ്പെട്ടു പോകാതെ എല്ലാവരും പറന്നു വരാനുള്ള കൃപയാണെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. അങ്ങ് രണ്ടാമത് വന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് സുരക്ഷിതമാണെന്ന് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. ഇത് കേട്ട് എഴുന്നേൽക്കുന്ന എല്ലാവരും അവരുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി എഴുന്നേൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. നിസാരനായ എന്നെയും കർത്താവെ കേട്ട സകലരെയും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഇത്രത്തോളം വഴി നടത്തിയ പരിശുദ്ധാത്മാവേ, കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തോടെ രക്തം വരെ ഊറ്റിത്തന്ന കർത്താവേ, ഞങ്ങൾ മുന്നോട്ട് നയിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഞങ്ങളുടെ കുറവുകൾ കണക്കാക്കരുത്, ഞങ്ങളുടെ തെറ്റുകൾ കണക്കാക്കരുത്, എല്ലാം യേശുവിൻ്റെ തിരുരക്തത്താൽ മറിച്ചു തരണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തോടെ രക്തം വരെ ഊറ്റി തന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.